കന്യാരാശി ലഗ്നമോ ആയി വരുന്നവരുടെ ചിങ്ങം മാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം. കന്യാരാശിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര. കന്യരാശിക്കാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ മാസം. കാരണം അത് രക്തകോപം കൂടുതലായിരിക്കും, രക്തത്തിൻ്റെ BP കുറച്ച് കൂടാനുള്ള മാസമാണ്. അതുപോലെ ചിന്താഗതികൾ കേതു ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ അല്പം ചിന്താഗതികളൊക്കെ കുറച്ച് സൈക്കോളജിക്കലി ഫിറ്റ് എന്ന് പറയുന്ന പോലെ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് വളരെ ധ്യാനം, യോഗ എന്നീ കാര്യങ്ങളൊക്കെ പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല പോലെ ശരീരത്തെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ചിന്താഗതിയെ ഒരു ഏകീകൃതമാക്കി നിൽക്കാനും കഴിയും. ശനി ജാതകത്തിൽ നല്ലതാണെങ്കിൽ അവർക്ക് ശത്രു ജയം ഉണ്ടാകുന്ന സമയവും വളരെ സുഖകരമായിട്ടുള്ള ഒരു സമയവുമാണ്. പ്രവൃത്തികളിൽ നിന്നായാലും ശരി, അല്ലെങ്കിൽ നിങ്ങളുമായി ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിൽ നിന്നോ ഭാര്യാഭർത്തൃ സൗഖ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്തുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ പരദൂഷണം പറഞ്ഞുണ്ടാക്കുക, ഭാര്യയെ അല്ലെങ്കിൽ കുടുംബമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് പരദൂഷണം പറഞ്ഞുണ്ടാക്കുക, ആ ഭാഗത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങളെല്ലാം വരിക. കമിതാക്കളാണെങ്കിൽ പുതിയതായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുക, അത് ചിലപ്പോൾ സ്പ്ലിറ്റായി പോകാനുള്ള ഇടയുണ്ട്. അതുപോലെ രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, അല്പം കുറച്ച് ഭാഗ്യം നഷ്ടപ്പെടുന്ന സമയം. അതുപോലെ ധാരാളം ധനം, ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു നഷ്ടം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമാറ് അല്പം കുറച്ച് നഷ്ടങ്ങളെല്ലാം സംഭവിക്കാനുള്ള ഇടയും ഈ മാസത്തിൽ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ദുർവ്യയങ്ങൾ, ചിന്തിക്കാതെ വരുന്ന ചെലവുകൾ, അത് പലതരത്തിലാവാം. പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ഈ കന്യാ രാശിക്കൂറ് ആ ഭാഗം പറയുന്നത് കന്യാകുമാരി, ഈ ഭാഗങ്ങളിലെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് രോഗദുരിതങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാനും ഇടകളുണ്ട്. പലതരമായ അസുഖങ്ങളുടെ രോഗപീഠകൾ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. എന്നാൽ ഇതിൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയവും കൂടിയാണ്. ചിലവർക്ക് അത് മുടങ്ങിക്കിടക്കുന്ന ജാതകത്താൽ വിവാഹ കാര്യങ്ങളോ അല്ലെങ്കിൽ സൗഭാഗ്യ കാര്യങ്ങൾക്ക് പലതുമായിട്ടുള്ള ആ പിതാവിനാൽ ഉണ്ടാകാവുന്ന സൗഭാഗ്യങ്ങൾ, ഇവയെല്ലാം കിട്ടുന്നതുമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഭൂമി, ധനം, ഇതെല്ലാം ശേഖരിക്കാൻ സാഹചര്യവും ഉണ്ടാവുന്നതാണ്. ശുഭം.